നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് അലോകും രാജശ്രീയും മുത്തശ്ശി അവരെല്ലാരും കൂടെ അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് ഗോമതി കണ്ടു. ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി. അത് കണ്ടു കഴിഞ്ഞപ്പോ ഗോമതി പെട്ടെന്ന് എന്ത് ഇന്ദിരാമ്മയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ഭാമ്മയെന്നൊക്കെ പറയണ. അങ്ങനെ രാജശ്രീയെ നന്ദിതയെ അലോകിനെയൊക്കെ കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അലോകിന്റെ കണ്ണുകൾ പരതുന്ന അനുശ്രീയാണ്. അനുശ്രീ അവിടെ എവിടെയാന്ന് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ അനുശ്രീ അവിടെ നിൽക്കുന്ന കണ്ടു. അലോകിന് സന്തോഷമായി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, അവള് വന്നിട്ടുണ്ട്, ഇനി അവളോട് എങ്ങനെയാലും സംസാരിക്കാനായിട്ട് ഒരവസരം കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചു. ഈ സമയത്ത് അവിടെ നന്ദൻ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദൻ എന്ന് പറഞ്ഞ ശ്രീ ഗുരുവായൂരപ്പനാണല്ലോ. അങ്ങനെ അലോകിനെ ഒന്ന് നോക്കുന്നുണ്ട്. അലോകിന്റെ കള്ളത്തരം കാര്യങ്ങളൊക്കെ അറിയാലോ. ദേവമംഗലത്തെ ചതിക്കാനാണ് അവന്റെ പ്ലാൻ എന്നുള്ള കാര്യം അറിയാം. അതൊന്നും പക്ഷെ അലോക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് രാജശ്രീയോട് നന്ദിത പറഞ്ഞു കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെയൊക്കെ അലങ്കരിച്ചു വെക്കുന്ന കാണാനായിട്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ, ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നോക്കിയത് ഒരാള് തന്നെയാ ഇവിടെ എല്ലാം അലങ്കരിച്ചെന്ന് പറയണം. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു ഒരാളോ? അതെ, ഒരാള്. ഇവന്റ് മാനേജ്മെന്റിന്റെ മെയിൻ ആളാ എന്നൊക്കെ പറയാണ്. മെയിൻ ആളോ? എന്നാലും കൊള്ളാട്ടോ എന്നൊക്കെ നന്ദിത പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ, നല്ല അടിപൊളിയായിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് പറയണ. അമ്മ വാ വന്നിരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പത്തിന് ഇന്ദിരാമ്മയോട് ചോദിച്ചു അല്ല അന്തേണ്ണൊന്നും വന്നിട്ടില്ലേന്ന് ചോദിക്കാം. അവര് വന്നില്ല, നാളെ വിവാഹത്തിന് വന്നോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുവാണ്. ഇന്ദിരാമ്മ അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ആ സമയത്ത് അലോകന്റെ മനസ്സിൽ എങ്ങനെയാലും അനുശ്രീ ഒന്ന് കണ്ട് സംസാരിക്കണം. അനുശ്രീയെ നോക്കിക്കഴിഞ്ഞപ്പത്തിന് അനുശ്രീ അലോകിനെ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അപ്പച്ചിക്ക് എന്തേലും സംശയം തോന്നുമല്ലോ. തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കാം, ഇച്ചിരി കഴിയുമ്പം പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്ന സമയത്ത് പതൊക്കെ ഇവിടുന്ന് മാറാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സെന്ന് അറിയണ്ടായിരുന്നേ. അപ്പോഴേക്കും സ്റ്റേജിൽ നിന്ന് ധർമ്മർ ഇറങ്ങി അങ്ങോട്ട് വന്നു. ഇന്ദിരാമ്മ എല്ലാരും കണ്ടപ്പോ സന്തോഷമായി. പിന്നീട് പറഞ്ഞു അതെ അമ്മേനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മയുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു എടാ നീ എന്റെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിച്ചില്ലേലും എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് ധർമ്മം പറഞ്ഞു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല, അല്ല അനന്തേട്ടനും അച്യുതേട്ടനും വരില്ലേന്ന് ചോദിക്കുക. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു തിരക്കുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും അവര് വരാതിരിക്കില്ല, സമയം കിട്ടുവാണെ വരും, അല്ലെ നാളെ കല്യാണത്തിന് ഉറപ്പായിട്ടും കാണുമെന്ന് പറയണം. അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു അത് മതി, കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേക്കും അലോകി എന്ന് ധർമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മാമ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ധർമ്മന് സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കല്യാണത്തെ എതിർത്ത് മാറി നിന്നായിരുന്നു. അപ്പൊ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് സന്തോഷമായിരുന്നു. കൃഷ്ണമംഗലത്തുനിന്ന് അവരൊക്കെ വന്ന് പങ്കെടുക്കാന്ന് പറഞ്ഞാൽ അത് ബാലിനും ഗോമതിക്കും സന്തോഷമാണ്, കാരണം ധർമ്മന്റെ സന്തോഷമാണ് അവർക്കും പ്രധാനം. ഈ സമയത്ത് ആകാശ് ഹരിനോട് പറഞ്ഞു അവൻ വന്നിട്ടുണ്ടല്ലോ അലോക്, അവരെന്തേലും പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് പ്രശ്നം? അവര് കല്യാണം കൂടാൻ വന്നതല്ലേ, അപ്പൊ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ എന്ന് പറയാം, ഇനിയിപ്പോ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പ, ഇതുവരെയായിട്ടും അച്ഛനെ അമ്മേനും കണ്ടില്ല, ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് ശ്രീദേവി അങ്ങോട്ട് മാറിയെന്ന് വിളിക്കുകയാണ് ഉദയഭാന നമ്പറിലേക്ക്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു മോളെ ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാന്ന് പറയണം. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു സ്ത്രീകളെയും കൂടെ വരുവാണ്. വന്നു കഴിഞ്ഞപ്പം ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. ശ്രീദേവിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഉദയഭാനു പറഞ്ഞു ആഹാ കൊള്ളാലോ മോളെ, ഇവിടുത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാന്. അച്ഛാ വെറുതെ തരികിട പരിപാടി ഒന്നും ഇവിടെ കാണിച്ചേക്കല്ല, അറിയാലോ എന്റെ മോളെ, ഞങ്ങൾ അങ്ങനെയൊന്നും കാണിക്കില്ല എന്ന് അറിയാലോ. ഇതേ സമയം ശ്രീദേവി പറഞ്ഞു എന്റെ ജീവിതം ഇതോടുകൂടി തീർന്നാന്ന് പറയണേ. ജീവിതം തീർന്നോ? നീ എന്തൊക്കെയാ മോളെ പറയണേ? എന്നോട് വീട് വിട്ട് പോയിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്ന ആനന്ദേട്ടന്. അങ്ങനെ പറഞ്ഞു അവന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവനോടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. വേണ്ട, ഇനി സംസാരിക്കാനൊന്നും പോകണ്ട, മാമന്റെ കല്യാണം കഴിയുന്നോടം വരെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ ജീവൻ നശിപ്പിച്ചു, ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ. മോളെ അങ്ങനെയൊന്നും പറയില്ല, ദേ ഇവിടെ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്റെ നെഞ്ചി നീറിക്കൊണ്ടിരിക്കുക, എല്ലാവരുടെ മുന്നിലാ ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുക. അത് മാത്രല്ല ആ റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആനന്ദേണ്ണ അറിയാവുന്നതല്ലേ. പോരാത്തനാണെങ്കില് മാമൻ ഇപ്പോഴാണെങ്കിലോ ആ പെൺകുട്ടിയെ കല്യാണം വിളിച്ചിട്ടുണ്ട് വരൂന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് മോളെ, അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, ധൈര്യമായിട്ട് വെക്കൂ. ദേ അത് മാത്രല്ല നാളെ 25-ാം തീയതി പലിശക്കാരന് പൈസ കൊടുത്തില്ല എന്താവെന്ന് അറിയാലോ, അതൊക്കെ അച്ഛൻ സംഘടിപ്പിച്ചോളാം. എങ്ങനെ സംഘടിപ്പിക്കുമെന്ന്
അതൊക്കെ ഞാൻ കരുതിക്കോളാം. നീ അതൊന്നും ഓർത്തിപ്പോ തൽക്കാലത്തേക്ക് ടെൻഷൻ അടിക്കണ്ട. നീ അങ്ങോട്ടേക്ക് ചെല്ല്. ഇനിയിപ്പോ ആർക്കും ഒരു സംശയത്തിന് ഇടയൊന്നും കൊടുക്കണ്ടെന്ന് പറയണം. അങ്ങനെ ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കുമാണ് ലാലി അങ്ങോട്ട് വരുന്നത്. ലാലിനെ നേരത്തെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലി വന്നു കഴിഞ്ഞപ്പോ ഉദയഭാനു ശ്രീകലയും കൂടെ ലാലിയെ വിളിച്ചും കൂടെ മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെയാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതൊക്കെ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുവാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോ ലാലു പറഞ്ഞു, അപ്പൊ എന്റെ പൈസയുടെ കാര്യം, പൈസയൊക്കെ സെറ്റ് ചെയ്ത് തരാന്ന് പറയണം. പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കണം. നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചോളാം എന്ന് പറയണം. പിന്നെ അപ്പോഴേക്കും ലാലി പറഞ്ഞു, അതെ, അഭിനയത്തില് എന്നെ കടത്തി വെട്ടാനായിട്ട് ആരുമില്ല. ഞാൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കും. ആ സമയം ശ്രീകല പറഞ്ഞു, അത് മനസ്സിലായി, നന്നായിട്ട് അഭിനയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോ തന്നെ അഭിനയം ഞങ്ങൾ കണ്ടല്ലേ. അതുപോലെ തന്നെ ഇന്ന് നല്ല പ്രകടനം തന്നെ കൂടെ കാഴ്ചവെച്ചണം. അതൊക്കെ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ലാലി അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ധർമ്മൻ മണ്ഡപത്തിലുണ്ടായിരുന്നു. അപ്പൊ ധർമ്മനെ ഓരോരുത്തർ ധർമ്മന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകലെ, ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, കണ്ടു. ഉറപ്പായിട്ടും ഒരു 3-4 ലക്ഷം രൂപ നമുക്ക് തടയുന്ന ലക്ഷണം കാണുന്നുണ്ട്. സ്ത്രീകളോട് ദൈവമേ കിട്ടിയാൽ മതിയായിരുന്നു. ആ പലിശക്കാരന് പൈസ കൊടുക്കണം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നോർത്തിരിക്കുമ്പോഴാ ഇങ്ങനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. എടി, തരുവായിരിക്കൂലോ അല്ലേ? പിന്നെ തരാതിരിക്കുവോ? ലാലിയെ നമ്മൾ ഇളക്കി വിട്ടിട്ടുണ്ടല്ലോ. പിന്നെ ധർമ്മന് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇങ്ങനെ തരികട പരിപാടികളൊക്കെ ചെയ്താലല്ലേ ഉദയേട്ടാ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ. പക്ഷെ മോളുടെ ജീവിതം ഓർക്കുമ്പോ ഇനിയിപ്പോ എന്താണെങ്കിലും ആനന്ദ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലനെങ്ങാനും സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഭൂമിക്ക് വീതെ വെച്ചേക്കുവോ? അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്കൊരു ടെൻഷൻ ഉള്ളെന്ന് പറയണം. ആ സമയത്ത് അനുശ്രീയെ പതുക്കെ അലോ കണ്ടു കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരാനും പറഞ്ഞോണ്ട് അങ്ങനെ അനുശ്രീ അങ്ങോട്ടേക്ക് മാറിപ്പോയി. പിന്നാലെ തന്നെ അലോകും പോവാണ്. അനുശ്രീ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു, അമ്മ എങ്ങാനും ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഗോമതി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് സൈഡിലേക്ക് മാറിപ്പോയി. ആ സമയത്ത് അലോക് അങ്ങോട്ട് വന്നു. അലോക് വന്നിട്ട് പറഞ്ഞു, അതെ, നമുക്ക് ഇത്തിരി കൂടി മാറി നിൽക്കാന്ന് പറയണം. അങ്ങനെ മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അനുശ്രീ പറഞ്ഞു, പെട്ടെന്ന് വേണം, എനിക്ക് പേടിയുണ്ട്, അമ്മ കണ്ട പ്രശ്നമാവെന്ന് പറയണം. ആരും കാണാനൊന്നും പോകുന്നില്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. എന്ത് തീരുമാനങ്ങള്? ധർമ്മന്റെ മാമന്റെ കല്യാണമല്ലേ? പിന്നെ വീട്ടിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞിരിക്കുന്നേ. ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിലുള്ള സത്യങ്ങളെല്ലാം കൂടെ പറയാൻ പോവാ, നമ്മളുടെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ. അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ല അലോകെ. എന്ത് പ്രശ്നമാവാനായിട്ട്? അല്ല, അവിടെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? എന്റെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. പക്ഷെ നിന്റെ വീട്ടില് അറിയാലോ. അത് കേട്ടപ്പോ അനുസരിക്ക് ഭയങ്കര ടെൻഷനായി. അനുസരി പറഞ്ഞു, അത് പിന്നെ ഞാന് അല്ല, നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോ? അത് കേട്ടപ്പോ അനുസരി പറഞ്ഞു, ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാ, അല്ല, ഇനിയിപ്പൊ നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നോടൊപ്പം ഇറങ്ങി വരുവോ? നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ആ സമയം അനുശ്രീ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ? അതെ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് പോവാന്ന് പറയണ. അപ്പോഴേക്കുമാണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നേ. നന്ദൻ വന്നിട്ട് ചോദിച്ചു, അല്ല, അലോകും അനുശ്രീയും കൂടെ ഇവിടെ എന്തെടുക്കുവാ മാറി എന്നിട്ട് എന്ന് ചോദിക്കുവാണ്. രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. രണ്ടുപേരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പോഴേക്ക് അലോക് പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ചോദിക്കുവാണ്. ഞാനോ? ഞാൻ ആരെന്നും മനസ്സിലായില്ലേന്ന് ചോദിച്ചു. ഇല്ല. അല്ല, ഞങ്ങളുടെ പേരെങ്ങനെ മനസ്സിലായി? നിങ്ങളെ അറിയാതിരിക്കുവോ? ഒരാള് കൃഷ്ണമംഗലത്തുള്ളവരും ഒരാൾ ദേവമംഗലത്തുള്ളും, ശരിയല്ലേ? കൃഷ്ണമംഗലത്തെ ബാലന്റെ മോളും അതുപോലെ തന്നെ, അല്ല, ദേവമംഗലത്തെ ബാലന്റെ മോളും കൃഷ്ണമംഗലത്തെ അച്യുതന്റെ മോനും അല്ലേന്ന് ചോദിക്കോ? അത് കേട്ടപ്പത്തിനും രണ്ടുപേരും വല്ലാത്തൊരു അന്താളിപ്പായി, ഒരു ഞെട്ടലായി. പിന്നീട് പറഞ്ഞു, അതെ, ഇതിങ്ങനെ ഇവിടെ കല്യാണ സമയത്ത് മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ? ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറയണം. അതോടെ കേട്ട് ഇനിയിപ്പോ അനുസരിക്ക് ഭയങ്കര ടെൻഷനായി. അനുസരി അലോകിനോട് പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അലോകും നന്ദനെ ഒന്ന് നോക്കിയിട്ട് പോയി. നന്ദൻ ഒരു ചിരിയൊക്കെ അങ്ങോട്ട് ചിരിച്ചു. ആ സമയത്ത് അലോകിന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവമേ, ഇനിയിപ്പോ തങ്ങളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആരും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുസരിയുടെ കാര്യത്തിലൊരു തീരുമാനമോ, പിന്നെ താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതുപോലെ തന്നെയായിരുന്നു അനുസരിക്കും. ഇനിയിപ്പോ ഇയാളെങ്ങാനും ചെന്ന് അച്ഛനോടും അമ്മയോടും ആരുടെയും പറയോ? അമ്മയെങ്ങാനും അറിഞ്ഞാൽ തീർന്നു. താൻ അവിടെ മാറി നിന്ന് സംസാരിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാ അനുസരി അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, അല്ല, നീ ഇത് എവിടെ പോയതാരും ചോദിക്കുക? അത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ കുറച്ച് സമയമായിട്ട് നോക്കുന്നു, കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയണം. അത് പിന്നെ ഞാൻ ഓരോരുത്തരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കമട്ടിൽ അങ്ങോട്ട് പറഞ്ഞു. ഈ സമയത്ത് ലാലി സ്റ്റേജിലേക്ക് പോയി കയറി ധർമ്മന്റെ അടുത്ത് നിന്ന് ധർമ്മന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുക. ധർമ്മനൊന്നും മനസ്സിലായില്ല. ധർമ്മൻ ചോദിച്ചു, അല്ല, എനിക്ക് മനസ്സിലായില്ല,
അത് ഞാന് ദേവിയാന്ന് പറയണം. ഓ, മനസ്സിലായി. എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കാം ധർമ്മൻ. ആ റെസ്റ്റോറൻറ്റിലെ ഇപ്പം മനസ്സിലായി, നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണല്ലോ. ഈ സമയത്ത് ലാലി പറഞ്ഞു, അതെ, ചേട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാവണം. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ചേട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇരിക്കുമായിരുന്നു. ഈ ലാലി വിഷമിക്കൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തുക മൊത്തം ഞാൻ ലാലിക്കാ തരാൻ പോന്നേ എന്നൊക്കെ പറഞ്ഞു. ലാലി പറഞ്ഞു, ദൈവം ചേട്ടനെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയണം. ധർമ്മന് ഭയങ്കര സന്തോഷമായി. കാരണം ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമായിരുന്നു അവളെ. അങ്ങനെ കാണാൻ പറ്റിയില്ലോ. പിന്നീട് പറഞ്ഞു, നമുക്ക് ഇതിന് ശേഷം കാണാം കേട്ടോ എന്നൊക്കെ പറയണ. ലാലി പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാലി നേരെ ഉദയഭാനുവിന്റെ ശ്രീയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഓക്കെയാ, സെറ്റാന്ന് പറയണേ. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ തരണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറയണ. പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി. എല്ലാവരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നേ. ആ സമയത്ത് എല്ലാത്തിനും ഓടി നടക്കുന്ന നന്ദനായിരുന്നു. കോമതിയും മിത്രയും മീനാക്ഷിയും ഒക്കെ പറയുകയും ചെയ്തു, കൊള്ളാം, ഇവന്റ് മാനേജ്മെന്റിനെ കൊടുത്താണെങ്കിലും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ആണേലും ഇത്ര ഭംഗിക്ക് ഇവര് ചെയ്യുമെന്നൊന്നും ഓർത്തിട്ടില്ല. അത്രയ്ക്ക് നല്ല സെറ്റപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കോമതി നന്ദനെ നോക്കുകയും ചെയ്തു. കാരണം അന്നവിടെ വെച്ച് കണ്ടതല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെ വന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. എങ്ങനെയാണെങ്കിലും ഇതിന്റെ അവസാനം എപ്പോഴേലും നന്ദനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ സംസാരിക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ആന്റെയും മിത്രയുടെ ഒക്കെ മനസ്സിൽ. കാരണം നന്ദനെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അവര്. ഗോമതിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഗുരുവായൂർ വെച്ച് തന്നോട് വന്ന് പറഞ്ഞ പേടിക്കൊന്നും വേണ്ട, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞതൊക്കെ ആ ഒരു ചിന്തയായിരുന്നു. അപ്പൊ ഇത്ര കഴിവുള്ളൊരു കുട്ടിയായിരുന്നു ഇവന്. ഈ കാര്യങ്ങളിൽ ഇവന് അതിഗംഭീരമായിട്ട് നടത്തിയത്. അതൊക്കെ ഓർക്കുമ്പോഴത്തേനും കോമതിക്ക് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷത്തിൽ അറിയാം ബാക്കി എന്തൊക്കെ നടക്കും, കല്യാണ കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തും, കല്യാണം നടക്കുമല്ലോ എന്നൊക്കെ. നന്ദൻ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും കല്യാണം നടക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് നന്ദന്റെ മാജിക്കും കാണും. ഗുരുവായൂരപ്പനല്ലേ, ആലോകന്റെ കള്ളത്തരങ്ങളൊക്കെ മിക്കവാറും പൊളിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഉദയഭാനു ശ്രീകലം പുതിയ പ്ലാനും പദ്ധതിയായിട്ടല്ലേ ഇറങ്ങിയിരിക്കുന്നേ. അതങ്ങനെ നന്ദൻ വെറുതെ വിടാൻ വഴിയില്ല. കാരണം വീണ്ടും വീണ്ടും പറ്റിച്ച് ജീവിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കിട്ട് മിക്കവാറും പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.